Hi everyone, my name is Divya. I'm here to share my feedback about Entry IELTS coaching. ഞാൻ ഒരു 1 month പീരീഡിനുള്ളിൽ എക്സാം എഴുതണം എന്ന് തീരുമാനിച്ചിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കൊരു ഓൺലൈൻ മോഡ് ഓഫ് കോച്ചിങ് തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കും ഞാൻ എടുത്തതിൽ വെച്ച് ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എൻട്രിയുടെ കോച്ചിങ് ചൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ദ ബെസ്റ്റ് പാർട്ട് എബൌട്ട് ദിസ് കോച്ചിങ് എന്ന് പറയുന്നത് മെൻറ്റേഴ്സാണ്. എൻ്റെ മെൻറ്റർ സോഷ മാം ആയിരുന്നു. ഞാനിപ്പം എനിക്ക് വേണ്ടുന്ന സ്കോറ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സോഷ മാം. ബിക്കോസ് മാം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1 month പീരീഡിനുള്ളിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഞാൻ ഒരു ലോ കോൺഫിഡൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷേ എൻ്റെ ഈച്ച് ആൻഡ് എവറി പേഴ്സണൽ സെഷൻസിലും മാമിൻ്റെ സ്റ്റഡീസിനെ മാത്രം പറ്റിയിട്ടല്ല, എൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റും കൂടി ചോദിച്ചറിഞ്ഞിട്ട് എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏതൊക്കെ ഏരിയാസിലാണ് ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള റിസോഴ്സും മാം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ അത്രയും കെയർ ചെയ്യുന്നിട്ടുണ്ട്. ഈവൻ കോഴ്സിൻ്റെ പീരീഡ് അവസാനിച്ച് കഴിഞ്ഞിട്ടും ഞാൻ എക്സാമിന് പോകുന്ന ടൈം വരെയും എൻ്റെ ആഫ്റ്റർ എക്സാമും റിസൾട്ട് വരുന്നത് വരെയും മാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാനായിട്ട്. അപ്പം അതാണ് ഞാൻ പറയുന്നത്, അതൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക്. നമ്മളുടെ കൂടെയുള്ള സപ്പോർട്ടർ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. സോ താങ്ക്സ് ടു സോഷ മാം ടു. അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും ഒരു IELTS കോച്ചിങ് വേണം, അവർക്കൊരു മെച്ചപ്പെട്ട സ്കോർ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ടും എൻട്രി റെക്കമെൻഡ് ചെയ്യും. ഓൺലൈൻ മോഡ് ആയതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഫിസിക്കലായിട്ട് പോയി പഠിക്കുന്ന നമ്മളുടെ 100% എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ അതിൽ കൂടുതൽ സ്കോറ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ എല്ലാവർക്കും എൻട്രി റെക്കമെൻഡ് ചെയ്യും. വൺസ് അഗെയിൻ താങ്ക്സ് ടു എൻട്രി ആൻഡ് താങ്ക്സ് ടു സോഷ മാം ടു.